അപ്പൊ ഈ ഒരു സെക്ഷൻ നമ്മൾ ഫസ്റ്റ് ബോർ ആറ്റം മോഡലോട്ട് വരണം. ഓക്കെ, ബോർ ആറ്റം മോഡലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബോർ ആറ്റം. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ അതായത് നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചു. ഓക്കെ, 12th മാത്രമല്ല നമ്മുടെ 9th-ലും 8th-ലും നമ്മൾ പഠിക്കുന്നുണ്ട് ബോർ ആറ്റങ്ങളോട്. ജെ തോംസണും പിന്നെ അവിടെ നമ്മുടെ ഇലക്ട്രോണിന്റെ ഡിസ്കവറി, ന്യൂട്രോണിന്റെ ഡിസ്കവറി, ഇങ്ങനെ പല ഡിസ്കവറി നമ്മുടെ 8ാം ക്ലാസ്സിലും 9ലും നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി ഒന്ന് കോൺക്രീറ്റ് നമ്മൾ പഠിച്ചു നമ്മുടെ +2 ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇതില് നമുക്ക് ശരിക്കും എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അപ്പോൾ നമുക്ക് ബോർ ആറ്റം മോഡൽ അല്ല ശരിക്കും ആദ്യം വരുന്നത്. ആദ്യം 1897 ആരാണ് ഇത് കൊണ്ടുവരുന്നത്? ഈ ഒരു അറ്റോമിക് മോഡൽ എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കുറിച്ചുള്ള ഈ കൺസെപ്റ്റ് ആദ്യം 1897 ജെ തോംസൺ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജെ തോംസൺ ആണ് ഇതവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇലക്ട്രോണിനെ കൊണ്ടുവന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം ഒരു മോഡൽ, ഓക്കെ, പ്ലം പുട്ടിംഗ് മോഡൽ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. അതായത് ജസ്റ്റ് നമ്മുടെ ഒരു കേക്കിന്റെ പുറത്ത് നമ്മൾ നട്ട്സ് ഒക്കെ വയ്ക്കുന്നത് എങ്ങനെയാണോ അതേപോലെ, ഓക്കെ, അല്ലെങ്കിൽ വാട്ടർ മെലൺ നമ്മൾ ക്രോസ് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വാട്ടർ മെലൺസിന്റെ സീഡ്സ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ വാട്ടർ മെലൺ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ കേക്ക് ആണെന്ന് വെച്ചോളൂ, ഇവിടെ നമ്മൾ എന്തെങ്കിലും നട്ട്സ് അറേഞ്ച് ചെയ്തില്ലേ? ഓക്കെ, അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ അതുപോലെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് നിൽക്കുന്നതിന് ആര് പറഞ്ഞു? ജെ തോംസൺ അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് വന്ന സമയത്ത് ശരിക്കും ഇതിൽ എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു, ഡ്രോബാക്സ് ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ സമയത്താണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ റൂദർഫോർഡ് അവിടെ ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, സെന്ററിൽ കോൺസെൻട്രേറ്റ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് എല്ലാം സെന്ററിൽ കോൺസെൻട്രേറ്റ് ആണ്, നെഗറ്റീവ് ചാർജ് എല്ലാം ഇതുപോലെ സ്കാറ്റേഡ് ആണെന്ന് പറഞ്ഞു. ബട്ട് സ്കാറ്റേഡ് എന്നല്ല, നമ്മുടെ ഇതിന് ചുറ്റും എന്ത് ചെയ്യുന്നു ഒരു പ്ലാനറ്ററി മോഷൻ, നമ്മുടെ സണ്ണിന് ചുറ്റും എങ്ങനെയാണോ പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത് ഇവിടെ ഇലക്ട്രോൺസും ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്, റോൾ ചെയ്യുന്നത് ആര് പറഞ്ഞത്? നമ്മുടെ റൂദർഫോർഡ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത് അവിടെ ഡെവലപ്പ്. കാരണം ഈ റൂദർഫോർഡിന്റെ ഒക്കെ ഇവരെല്ലാം സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻസ് ഉള്ളവരാണ്. കാരണം റൂദർഫോർഡ് എന്ന് വെച്ചാൽ സ്റ്റുഡന്റ് ആണ്, ബോർ, ഓക്കെ, അങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ടീച്ചർ റിലേഷൻഷിപ്പ് ഉള്ളവരാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ഒരു വർക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ അതൊരു നല്ലൊരു ഫ്ലോ ആയിരുന്നു. കാരണം ഒരാൾ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു അടുത്ത ആൾക്ക് വീണ്ടും അതിന്റെ ബാക്കി ഫർദർ സ്റ്റഡീസിന് പറ്റി. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു സീരീസ് ആയിട്ട് ഇത് നമുക്ക് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ജെ തോംസൺ, റൂദർഫോർഡ്, നീൽസ് ബോർ. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു ആ ഒരു ഡിസ്കവറിയോട് വരുന്നുണ്ട്. അപ്പോൾ ജെ തോംസന്റെ ഈ ഒരു മോഡലായിരുന്നു. പിന്നെ പ്ലാനറ്ററി മോഷൻ, നമ്മൾ സൗരയൂഥ മാതൃക എന്ന് പറയും. ഓക്കെ, പ്ലാനറ്ററി മോഡൽ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലാനറ്ററി മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റൂദർഫോർഡ് ആണ് കേട്ടോ, റൂദർഫോർഡ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് വായിക്കാം. 9, 10 ടെക്സ്റ്റ് ഒക്കെ +1, +2 അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. SSC, PSC ഇതുപോലത്തെ എക്സാമിനേഷൻ ഒക്കെ പോകുമ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇത്തരം ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നീട് ഇതിൽ വന്ന സമയത്തും പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ആണെന്ന് പറഞ്ഞു, റിവോൾവ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ മറ്റൊരു ഓർബിറ്റിലോട്ട് പോകുന്നതിനെ കുറിച്ചോ അത്തരം കാര്യങ്ങളൊന്നും ആര് പറഞ്ഞില്ല? റൂദർഫോർഡ് പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ശരിക്കും അതിന്റെ ഒരു ഐഡിയ എന്തിനങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി, ഓക്കെ, സ്റ്റെബിലിറ്റിയെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് അവിടെ വന്നില്ല. അല്ലെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷൻസ്, ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസ് എങ്ങനെ പോസിബിൾ ആകുന്നു? കെമിക്കൽ റിയാക്ഷൻസ് പോസിബിൾ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? കെമിക്കൽ റിയാക്ഷൻസ് പോസിബിൾ ആണെങ്കിൽ ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിൽ മറ്റൊരു ഓർബിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ചിലപ്പോൾ ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് പുറത്തോട്ട് ബോണ്ടിങ്ങിലോട്ട് പോകേണ്ടി വരും. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസിന്റെ ഒരു കൺസെപ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഇലക്ട്രോൺ ശരിക്കും നോക്കിയ സമയത്ത് നമ്മളിവിടെ കുറച്ച് സ്പെക്ട്രൽ ലൈൻസ് കണ്ടു. ഓക്കെ, എന്ത് കണ്ടു? സ്പെക്ട്രൽ ലൈൻസ്. അപ്പൊ ഇങ്ങനെ സ്പെക്ട്രൽ ലൈൻസ് കണ്ട സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സ്പെക്ട്രൽ ലൈൻസ് എന്തുകൊണ്ട് ഫോം ചെയ്യുന്നു അത്തരം ഒരു ഐഡിയാസ് ആർക്ക് പറയാൻ പറ്റില്ല? റൂദർഫോർഡിന് പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ റൂദർഫോർഡ് അന്നത്തെ കണ്ടുപിടുത്തം അന്നത്തെ ഒരു ലെവലിൽ നോക്കുമ്പോൾ നല്ലൊരു കണ്ടുപിടുത്തമായിരുന്നു. കാരണം ഈ ഒരു കറക്റ്റ് ഐഡിയ ഏകദേശം ആ ഒരു പ്ലാനറ്ററി മോഡൽ എന്ന കോൺസെപ്റ്റ് ഇവിടെ വന്നു. ഓക്കെ, അതിനെ ഡെവലപ്പ് ചെയ്താണ് പിന്നെ ബോർ കൊണ്ടുവരുന്നത്. അപ്പോൾ ബോർ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഓർബിറ്റ്, സർക്കുലർ ഓർബിറ്റ് ആണ്, പോസിറ്റീവ്സ് എല്ലാം സെന്ററിൽ കോൺസെൻട്രേറ്റ് ആണ്, ന്യൂക്ലിയസ് ന്യൂട്രൽ ആണ്, ന്യൂട്രൽ മീൻസ് ന്യൂട്രോൺസ് ഉണ്ട്, ബാക്കി എന്ത് ചെയ്യുന്നു പോസിറ്റീവ് വരുന്ന സമയത്ത് പോസിറ്റീവ് ചാർജ് ആണ് സെന്റർ, ആറ്റത്തിന്റെ സെന്റർ. ആ കൺസെപ്റ്റ് എല്ലാം വന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ബാക്കി ഡെവലപ്മെന്റ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ബോറിന്, നീൽസ് ബോറിന് അദ്ദേഹത്തിന്റെ 37ാമത്തെ വയസ്സിൽ ഇതിനു വേണ്ടി എന്ത് ചെയ്തു? നോബൽ പ്രൈസ് അവിടെ ലഭിച്ചു. ഓക്കെ, നോബൽ പ്രൈസ് അവിടെ കിട്ടി. അപ്പൊ ഇതൊക്കെയായിരുന്നു അതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കങ്ങനെ ഹിസ്റ്ററീസ് ഒന്നും ചോദിക്കത്തില്ല നമ്മുടെ എക്സാമിനേഷന്. അപ്പൊ നമുക്ക് ഇന്ന ബോറാറ്റം മോഡൽ, അപ്പോൾ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോറാറ്റം മോഡലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോറാറ്റം മോഡൽ അതൊക്കെ നമുക്ക് ഓരോ വർഷവും ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. SA ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നമുക്കിപ്പോൾ ക്ലാസ്സിന് ലോങ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
നോക്കാം എത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം നമുക്ക് കഴിഞ്ഞ വർഷം 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ചോദിച്ചു നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ എക്സാമിനേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് നിമിഷത്തായിരിക്കില്ല PYQ ഡിസ്കസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു സീരീസ് ഓഫ് ഡിസ്കഷൻ ആയിരിക്കും. ബാക്കി ഓരോ ക്ലാസ്സിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് എടുത്ത് നമ്മളവിടെ റിവൈസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒരു ടച്ച് വരാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോറാറ്റ മോഡലിൽ ആ ഒരു കോർ കോൺസെപ്റ്റിലൂടെ നമുക്ക് അവിടെ പോവാം. ബോറാറ്റം മോഡൽ. ഓക്കെ, ബോറ് ഹൈഡ്രജൻ ആറ്റത്തെ കുറിച്ചാണ് ശരിക്കും അവിടെ പഠിച്ചത്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഹൈഡ്രജൻ ആറ്റം, ഓക്കെ, കാരണം സിംഗിൾ ഇലക്ട്രോൺ ആണ്, കുറച്ചുകൂടി ഈസി ആയിട്ട് അദ്ദേഹത്തിന് അത് പഠിക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വന്നുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഐഡിയ നമുക്ക് അവിടെ കൊണ്ടുവന്നു. ഓക്കെ, ജസ്റ്റ് ഹൈഡ്രജൻ ആറ്റത്തെ കുറിച്ചുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തത്. അപ്പോൾ ബോറിന്റെ പോസ്റ്റ്ലേറ്റ്സ് ആണ് നമുക്ക് അവിടെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ബോറിന്റെ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്, ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് നമ്മൾ റൂദർഫോർഡ് പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് പോസിറ്റീവ് ചാർജ്? ഓക്കെ, പോസിറ്റീവ് ചാർജ് എവിടെയാണ്? പോസിറ്റീവ് ചാർജ് സെന്ററിലാണ്. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഈസ് അറ്റ് സെന്റർ ഓഫ് ദ ആറ്റം, സെന്റർ ഓഫ് ദ ആറ്റം. ഓക്കെ, ആറ്റത്തിന്റെ സെന്ററിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഇതൊരു ഒന്നാമത്തെ പോയിന്റ് ആണ്. അപ്പൊ ഈ പോയിന്റിൽ തന്നെയാണ് മറ്റൊരു കാര്യം പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ സെന്റർ ഓഫ് ദ ആറ്റം, പോസിറ്റീവ് ചാർജ് സെന്റർ ഓഫ് ദ ആറ്റത്തിൽ കോൺസെൻട്രേറ്റ് ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോസിറ്റീവ് ചാർജ്, ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് ആ ഒരു പോസിറ്റീവ് ചാർജ് സെന്ററിൽ വരയ്ക്കുക, ന്യൂക്ലിയസ് വരയ്ക്കുക കേട്ടോ. നമ്മുടെ ന്യൂക്ലിയസ് ആണെന്ന് വെച്ചോളൂ. ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്, വീണ്ടും അവിടെ കുറച്ച് സ്റ്റേഷനറി ഓർബിറ്റ്സുകൾ ഉണ്ട്. ഓക്കെ, സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് വെച്ചാൽ ഓർബിറ്റ് അവിടെ മാറുന്നില്ല. ഓക്കെ, ഓർബിറ്റ് ഒന്നും ചേഞ്ച് ചെയ്തില്ല, സ്റ്റേഷനറി ഓർബിറ്റാ. അപ്പൊ ഈ ഒരു ഓർബിറ്റിൽ കൂടി ആര് പോകുന്നുണ്ട്, ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ആദ്യം നമുക്ക് സെന്ററിലെ ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു. പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റും സെന്ററിൽ കോൺസെൻട്രേറ്റ് ആണ്. അതുപോലെ തന്നെ അതിന് ചുറ്റും ആരുണ്ട്, ഓർബിറ്റ്സ് ഉണ്ട്, സ്റ്റേഷനറി ഓർബിറ്റ്സ് ആണ്. സ്റ്റേഷനറി ഓർബിറ്റ്സിൽ ആരുണ്ട്, അവിടെ നമുക്ക് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോൺസ് എന്താണ്, അവിടെ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് ഓരോ ഓർബിറ്റിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവർ എപ്പോഴും അവിടെ റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഇങ്ങനെ റിവോൾവ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവും, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണ്ടി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കയറിൽ കല്ല് കെട്ടുവാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ കയറെടുത്ത് ഇങ്ങനെ കറക്കുന്ന സമയത്ത് ആ കല്ല് എന്ത് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് സ്പ്രിൽ ചെയ്യത്തില്ലേ? ഓക്കെ, റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾ സ്പ്രിങ്ങിൽ കൂടി കൊടുക്കും. അപ്പൊ അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം, ഇതിങ്ങനെ റിവോൾവ് ചെയ്യണമെങ്കിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് attraction ആണ്. ഓക്കെ, ആരാണ്? ദ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ആരാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഴുതണേ. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റിലേക്ക് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഒന്ന് പോസിറ്റീവ് ചാർജ് സെൻട്രൽ കോൺസ്റ്റന്റ്, നമ്മൾ റൂദർഫോർഡ് പറഞ്ഞ അതേ കാര്യം തന്നെ പറഞ്ഞു. ദെൻ അതിനുശേഷം പറഞ്ഞത് സ്റ്റേഷനറി ഓർബിറ്റ്സ് ഉണ്ട്. ഈ സ്റ്റേഷനറി ഓർബിറ്റ്സിലാണ് എന്ത് ചെയ്തത്, സർക്കുലർ ഓർബിറ്റ് ആണ്. ഓക്കെ, അത് പ്രത്യേകിച്ച് സർക്കുലർ ഓർബിറ്റ് എന്ന് തന്നെ പറയുക. കാരണം അത് അടുത്തൊരു കൺസെപ്റ്റ്, ശരിക്കും നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് പഠിക്കാനില്ല. സോമർഫീൽഡ് ആറ്റം മോഡൽ. ഓക്കെ, സോമർഫീൽഡ് ആറ്റം മോഡൽ എന്ന് പറയും. അപ്പോൾ ആ ഒരു സോമർഫീൽഡ് ആറ്റം മോഡലിലാണ് ശരിക്കും ഇതൊരു സർക്കുലർ ഓർബിറ്റ് അല്ല, എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ബാക്കി വെക്ടർ മോഡൽ വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ സോമർഫീൽഡ് തിയറീസ് അവിടെ പഠിക്കാനില്ല. സോ എന്നാൽ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കാം. ഇവിടെ ബോർ പറഞ്ഞ എല്ലാം സർക്കുലർ ആണ്, കറക്റ്റ് സർക്കിൾ ആണ് അവിടുത്തെ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർബിറ്റ് ആണെന്ന് പറഞ്ഞു, സർക്കുലർ ഓർബിറ്റ് ആണ്. അവിടെ എന്തുണ്ട്, ഇവർ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള നെസസറി ആയിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്, ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ്. ദ പോസിറ്റീവ് ചാർജ് ഈസ് കോൺസ്റ്റന്റ് ഇൻ ദ സെന്റർ ഓഫ് ദ ആറ്റം. The electrons rolled around the nucleus in a certain circular orbital called സ്റ്റേഷനറി ഓർബിറ്റ്. സ്റ്റേഷനറി ഓർബിറ്റ് പറയാൻ കാരണം ഓർബിറ്റ് അവിടെ വലുതാകുകയോ ചെറുതാകുകയോ ഒന്നും ചെയ്യുന്നില്ല, ഒരു പർട്ടിക്കുലർ ഓർബിറ്റ്. ഓക്കെ, അതിലാണ് റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് അവരെ ഒരു ബൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്, ഇറ്റ് ഈസ് പ്രൊവൈഡ് ബൈ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ബോറിന്റെ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ്. ഓക്കെ, ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. ദെൻ അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫറിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്ത് പോകുന്നതിനെ കുറിച്ചുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ചാർജ് സെന്റർ ഉണ്ട്. പിന്നെ മെയിൻ പോയിന്റ് അവിടുത്തെ സ്റ്റേഷനറി ഓർബിറ്റ് ആണ് കേട്ടോ. സ്റ്റേഷനറി ഓർബിറ്റ് ആണ്. പിന്നെ എന്തുണ്ട്,
സർക്കുലർ ഓർബിറ്റ് ആണ്. സർക്കുലർ ഓർബിറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഹൈലൈറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബോർ ആറ്റം മോഡൽ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പോയിന്റോട്ട് പോകാം. അപ്പൊ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് അവിടെ പറയുന്നത് ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് പറയുന്നത് ഇപ്പൊ ഇലക്ട്രോൺസിന് നമ്മളിപ്പോ ഒരിടത്ത് പോയിരുന്ന നമുക്കിപ്പോ ഓരോ സ്റ്റേറ്റ് അസൈൻ ചെയ്തിട്ടില്ലേ. ഓക്കെ, നമ്മളിപ്പോ ഒരു മൂവി തിയേറ്ററിൽ പോയാലും നമുക്ക് എന്ത് ചെയ്യും, ഓരോ സ്റ്റേറ്റ് അവർ അറേഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടിക്കറ്റ് ചാർജിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യും, സീറ്റ് അവർ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്, ഓരോ ഇലക്ട്രോൺസിനും ഓരോ ഇലക്ട്രോൺസിനും അതിൻ്റെതായ ഓർബിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതായത് ഇലക്ട്രോൺസിന് ഇപ്പോൾ ഒരുപാട് ഓർബിറ്റ് ഉണ്ടെങ്കിൽ ഓരോ ഇലക്ട്രോൺസിനും ചെന്ന് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് പോയി ഇരിക്കാൻ പറ്റത്തില്ല. അത് എന്ത് ചെയ്യണം, അതിന് ഏത് ഓർബിറ്റ് ആണോ അസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഓർബിറ്റിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് പോയി ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ പെർമിറ്റഡ് ഓർബിറ്റിൽ മാത്രമേ ഇലക്ട്രോൺസ് അവിടെ അവൈലബിൾ ആകത്തുള്ളൂ. എന്താണ് പെർമിറ്റഡ് ഓർബിറ്റ്? പെർമിറ്റഡ് ഓർബിറ്റിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രോൺസ് അവിടെ അസൈൻ ചെയ്ത് നിൽക്കത്തുള്ളൂ. അപ്പൊ അവിടെ പെർമിറ്റ് ചെയ്ത ഓർബിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആംഗുലർ മൊമെന്റം എന്തായിരിക്കണം, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h കട്ട് ബൈ 2π ആയിരിക്കണം. ഓക്കെ, ഇവിടെ ആംഗുലർ മൊമെന്റം എന്തായിരിക്കണം, വിച്ച് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h കട്ട് ബൈ 2π. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു പെർമിറ്റഡ് ഓർബിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ആ ഓർബിറ്റിന്റെ ആംഗുലർ മൊമെന്റം, ആ ഓർബിറ്റിൽ കൂടി പോകുന്ന സമയത്തുള്ള ആ ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം which will be an integral multiple of n h squared by 2π. അതായത് L is equal to h അല്ലാതെ ഇതിലാണ് L is equal to n h by 2π. ഓക്കെ, n h by 2π. മനസ്സിലായോ? അതായത് ആ ഓർബിറ്റിന്റെ ആംഗുലർ മൊമെന്റ് എന്തായിരിക്കണം, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ n മൾട്ടിപ്പിൾ ഓഫ് h by 2π. ഈ h by 2π-നെ നമ്മൾ ഇങ്ങോട്ട് ക്വാണ്ടം മെക്കാനിക്സ് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ വേറെ ടെക്സ്റ്റ് ഒക്കെ റെഫർ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ചിലപ്പോൾ ഈ h by 2π-നെ നമ്മുടെ h കട്ട് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, എന്താണ് h കട്ട് അല്ലെങ്കിൽ h hat എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് h by 2π. നമുക്കിത് ഫിസിക്സിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് h by 2π. അപ്പോൾ ഓരോ പ്രാവശ്യവും h by 2π എഴുതുന്നതിന് പകരം അവിടെ ഒരു സിംപ്ലിഫൈഡ് വെർഷനാണ് h കട്ട് എന്ന് പറയുന്നത്. നമ്മൾ റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വിളിക്കും. നമ്മൾ സാധാരണ h എന്ന് പറഞ്ഞ പേര് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ h കട്ടിന് നമ്മൾ എന്ത് പറയും, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ L is equal to nh by 2π which is equal to n h കട്ട് എന്ന് പറയും. അതിൽ h കട്ട് എന്താണ്, ഇറ്റ് ഈസ് ദ റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു കേസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് n h by 2π ആയിരിക്കണം ആ ഒരു ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ ഒരു ആംഗുലർ മൊമെന്റ, ഓക്കെ, ഇവിടുത്തെ ഒരു ആംഗുലർ മൊമെന്റ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ഓർബിറ്റൽ വെലോസിറ്റിക്കും എന്തായിരിക്കും, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. സോ നമുക്ക് അതിന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ദാറ്റ് ഈസ് mvr ഈസ് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ല, നമ്മുടെ ആംഗുലർ മൊമെന്റ mvr. ഓക്കെ, mvr വിച്ച് ഈസ് ഈക്വൽ ടു n h by 2π. ഓക്കെ, ഇതാണ് അവിടുത്തെ കണ്ടീഷൻ എഴുതുന്നത്. നമ്മൾ ഇതിനെ പറയുന്നത്, അപ്പോൾ നമുക്ക് അവിടെ n എന്ന് പറയുന്നത് അവിടുത്തെ കോണ്ടന്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ കോണ്ടന്റ് നമ്പേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വെക്ടർ ആറ്റം മോഡൽ പഠിച്ച ശേഷം ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആ സമയം നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞുതരാം. സോ അവിടെ നമുക്ക് n ന്റെ വാല്യൂ 1 2 3. ഓക്കെ, അപ്പൊ ഈ ഒരു കോണ്ടന്റ് നമ്പർ ആണ് നമ്മുടെ ഇലക്ട്രോൺസ് ഏത് ഓർബിറ്റിൽ റൊട്ടേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഷെല്ലാണോ, കെ ഷെല്ലാണോ, എൽ ഷെല്ലാണോ, എം ഷെല്ലാണോ, ഇത്തരം കാര്യങ്ങൾ ആരെ തീരുമാനിക്കും, നമ്മൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കിപ്പോൾ n 1 കൊടുത്താൽ ഫസ്റ്റ് ഓർബിറ്റ് ആയിരിക്കും.